നമസ്കാരം, ഗുഡ് മോർണിംഗ്, ശുഭദിനം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് ഇവിടെ പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്, പുതിയതൊന്നുമല്ല, എല്ലാവരും ഉണ്ടാക്കുന്നത്, മഞ്ഞി പോലെ ഇരിക്കുന്ന പാലപ്പം ഉണ്ടോ? അടിപൊളി നൈസ്. നമ്മൾ ഒന്ന് മടക്കി വായിലിട്ട് വിഴുങ്ങാനുള്ളതേ ഉള്ളൂ പാലപ്പമാണിത്. നമുക്ക് ഇതിനകത്ത് നമ്മൾ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ ഇത് ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ഉണ്ടാക്കി മാറ്റി വെച്ചതാണ്. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയാണിത്. ഇത് 4 മണിക്കൂർ മുൻപേ വെള്ളത്തിലിട്ട് വെക്കണം. അതിനുശേഷം 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് വെള്ളത്തിൽ നിന്നെടുത്ത് അരച്ചെടുക്കണം. ഇത് നമ്മളൊരു ബൗളിൽ കുറച്ച് അവലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ അപ്പത്തിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് അരിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് കുതിർത്ത്. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് ചോറും 1/2 ഗ്ലാസ് അവലും ആവശ്യമാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ തേങ്ങ ചേർക്കുന്നില്ല. അതുകൊണ്ട് 1/2 ഗ്ലാസ് ചോറും 1/2 ഗ്ലാസ് അവലുമാണ് അതിൻ്റെ അനുപാതം. നമ്മൾ ഈ അവലിനെ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ട് അരയ്ക്കുന്നതാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെയും ചോറും അരിയും അവലും കൂടെ അരയ്ക്കാം. അതല്ലെങ്കിൽ വേറെ വേറെ അരച്ച് ഒന്നിച്ച് മിക്സ് ചെയ്യാം. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ചോറെടുത്ത് വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി അതിൻ്റെ കൂടെ എടുക്കാം. ഇതിന് ചെറിയ ചൂടുണ്ട്, അതുകൊണ്ട് ഒന്ന് കഴുകിയിട്ട് അത് തണുപ്പിച്ച് നമ്മുടെ ഈ അവലും ഒന്ന് കഴുകണം. അവൽ കഴുകണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കുതിരാൻ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കൈകൊണ്ടൊന്ന് ഇളക്കുമ്പോഴത്തേക്ക് അതങ്ങ് കുതിർന്നോളും. അവലും ഈ ചോറും കൂടെ നമുക്ക് അരയ്ക്കാം. അതല്ലെങ്കിൽ നമ്മുടെ അരിയുടെ കൂടെ ഇട്ട് അരയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ വേറെ അരയ്ക്കേണ്ടവർക്ക് വേറെ അരയ്ക്കാം. ഒരു ബൗളിനകത്തേക്ക് കുറച്ച് തേങ്ങാവെള്ളവും 1 ടീസ്പൂൺ ഈസ്റ്റും ഇട്ടതാണിത്. ഈസ്റ്റ് വേണ്ട കേട്ടോ, ഈസ്റ്റാണ്. ജസ്റ്റ് ഇട്ട് കലക്കി നമുക്ക് ഇത് മിക്സിക്കകത്തിട്ട് ഇട്ടിരിക്കുന്ന അരിയുടെ കൂടെ ഇട്ടങ്ങ് അരയ്ക്കാവുന്നതാണ്. അല്ലാതെ ഇത് വെച്ച് വേറെ നേരം വെക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കലക്കി അതിൻ്റെ കൂടെ നമുക്ക് അരയ്ക്കാം. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അരിയും നമ്മുടെ ലായനി, അതായത് ഈസ്റ്റും തേങ്ങാവെള്ളവും കൂടെ മിക്സ് ചെയ്ത ലായനിയും ചോറും അവലും എല്ലാം കൂടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. അരി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതായത് അരി, ഈസ്റ്റും തേങ്ങാവെള്ളവും പിന്നെ അവലും ചോറും. കണ്ടോ, ഇപ്പം തന്നെ അതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ നമുക്ക് ഇനി ഇത് ഒരു 6 മണിക്കൂർ നേരം വെക്കേണ്ടതുണ്ട്. 6 മണിക്കൂർ, കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും വെക്കണം. അതിനുശേഷം നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ ഇനി നമ്മളിത് പുളിക്കാനായിട്ട് ഒരു 6 മണിക്കൂർ നേരം വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാലപ്പത്തിനുള്ള മാവെല്ലാം പൊളിച്ച് കണ്ടോ റെഡി ആയിരിപ്പുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കണം. നമ്മൾ 6 മണിക്കൂർ മുൻപ് ഇത് അരച്ച് വെച്ചിരുന്നതാണ്. ഇത് അരച്ച് വെച്ചിരുന്നു. ഇപ്പം നല്ല റെഡിയായി ആ പാലപ്പം ഉണ്ടാക്കാൻ പരുവത്തിന് അങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് കോരി ഒഴിച്ച് അപ്പം ചുട്ടെടുക്കണം. പാലപ്പച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാലപ്പം ഇവിടെ വെന്ത് റെഡി ആയിരിക്കിട്ടുണ്ട്. കണ്ടോ, അത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇതാ നോക്കിക്കോളൂ, നല്ല പഞ്ഞി പോലുള്ള പാലപ്പമാണ്. ഇതിനകത്ത് നമ്മൾ തേങ്ങയൊന്നും ചേർത്തതല്ല. വളരെ സോഫ്റ്റായ പാലപ്പമാണ്. ഇതിൻ്റെ കൂടെ വെജിറ്റബിൾ കറി, എഗ്ഗ് കറി, ചിക്കൻ കറി ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.